സംസ്ഥാനത്ത് നായകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന നിർദ്ദേശവുമായി മനുഷ്യാവകാശ കമ്മീഷൻ. മലപ്പുറം തിരൂർക്കാട് സ്വദേശി ഷഹീർ ചിങ്ങത്ത് നൽകിയ ഹർജിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. നാടൻ നായകളിൽ വിദേശ ജനിതകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും അവയുടെ ആക്രമണ സ്വഭാവത്തെക്കുറിച്ചും ശാസ്ത്രീയ പഠനം നടത്തുക, വളർത്തുനായകളുടെ സംരക്ഷണം, പരിപാലനം, വാക്സിനേഷൻ, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവരിക, വളർത്തുനായകൾക്ക് തിരിച്ചറിയാൻ നമ്പർ നൽകുക, തെരുവുനായകളെയും അക്രമകാരികളായ നായകളെയും കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ വ്യക്തതകൾ ഇല്ലാതാക്കുക, അതിവേഗമുള്ള പേവിഷബാധ പ്രതിരോധ മരുന്നുകൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊതുപ്രവർത്തകനായ ഷഹീർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഈ തെരുവുനായകളും നമ്മുടെ നാട്ടിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള വിദേശ ഇനം അക്രമ സ്വഭാവമുള്ള നായകളൊക്കെ തമ്മിൽ ഇടകലർന്ന് ബ്രീഡായി അത്തരം നായകളിൽ അക്രമ സ്വഭാവം നമ്മളെ നാടൻ ബ്രീഡുകളിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാവാൻ കാരണം. അപ്പം ഇതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് വളരെയധികം പ്രയാസമുണ്ടാക്കും. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. വിഷയത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് നിർദ്ദേശം നൽകി. വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഷഹീർ. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൽ ഒരു ഇന്ററിം ഓർഡർ വന്ന സാഹചര്യത്തിൽ ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇതിന് പരിഹാരം ഉണ്ടാകും. അങ്ങനെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കേസ് ഒക്ടോബർ 9 തിരൂരിൽ നടക്കുന്ന കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിക്കും. മീഡിയ 1 മലപ്പുറം.